കറണ്ട് അഫയേഴ്സ് റിവിഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഒരു റിവിഷൻ, മാരത്തോൺ റിവിഷൻ ആണ്. അപ്പൊ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാ, നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ. അങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ കേരളത്തിലെ ഗവർണർ അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓർത്തോക്കെ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓക്കെ, മറന്നു പോരുത്. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാരം നേടിയതാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി ഗ്രീഷ്മ. എന്താണ് വിഷയം? അറിയാം, കഷായം ഗ്രീഷ്മ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പൊ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന പുസ്തകം രചിച്ചത് അരുൺ ബി നായർ. ഡോക്ടർ അരുൺ ബി നായർ. ഓക്കെ, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അരുൺ ബി നായർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, മറന്നു വരുത്. അരുൺ ബി നായർ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 ഇത് നടന്നത് എവിടെ? തിരുവനന്തപുരം. ഒന്നാം സ്ഥാനം നേടിയത്? രണ്ടാം സ്ഥാനം? മൂന്നാം സ്ഥാനം? കണ്ണൂർ. അപ്പൊ മറന്നു വരുന്നത്. 2024 സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? നടന്നത് തിരുവനന്തപുരം. ഒന്നാം സ്ഥാനം നേടിയത് തൃശ്ശൂർ. രണ്ടാം സ്ഥാനം പാലക്കാട്. മൂന്നാം സ്ഥാനം കണ്ണൂർ. അപ്പൊ കേരളത്തിലെ തുറമുഖങ്ങളെ, അടുത്ത ചോദ്യമാണ്, കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് എവിടെയാണ്? കൊല്ലം. ഓക്കെ, ഓർത്ത് വയ്ക്കുക, എവിടെയാണ്? കൊല്ലം. ഓക്കെ, മറന്നു വരുന്നത്. ഏതാണ്? കൊല്ലം. കേരളത്തിലെ ഏറ്റവും കുറച്ച് കടത്തീരമുള്ള ജില്ല കൊല്ലം. ഏറ്റവും കുറച്ച് കടത്തീരമുള്ള ജില്ല കൊല്ലം. മറന്നു പോരുത്. ഏറ്റവും കൂടുതലാണെങ്കിലോ കണ്ണൂരാണ്. ഓക്കെ, അത് കൊല്ലം പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. കേരളത്തിലെ പ്രവാസികൾക്ക് മാത്രമായി വ്യവസായ പാർക്ക് തുടങ്ങുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. കേരളത്തിലെ പ്രവാസികൾക്ക് മാത്രമായ വ്യവസായ പാർക്ക് കണ്ണൂർ കിൻഫ്ര പാർക്കിലാണ്. ഓക്കെ, എവിടെയാണ്? കണ്ണൂരിലെ കിൻഫ്ര പാർക്ക്. അപ്പൊ പ്രവാസികൾക്ക് മാത്രമായി വ്യവസായ പാർക്ക് തുടങ്ങുന്നത് കണ്ണൂര്. അങ്ങനെയാണ് പ്രവാസി ഭാരത് ദിവസ് ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത് ജനുവരി 9. അതിന്റെ കണക്ട് ചെയ്ത് പഠിക്കുക. 2025 പ്രവാസി ഭാരത് ദിവസ് നടന്ന വേദി ഭുവനേശ്വർ. ഓക്കെ, എവിടെയാണ്? ഭുവനേശ്വർ. ഓക്കെ, ചൂരൽ മുണ്ടക്കി പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല വഹിക്കുന്ന ആരാണ്? ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. എത്ര വർഷമായി? 50 വർഷമായി. ഓർത്ത് വയ്ക്കുക, എത്രയാണ്? 50 വർഷമായി. അപ്പൊ ചൂരൽ മുണ്ടക്കൈ എവിടെയാണ്? വയനാട് ദുരന്തം നടന്നേക്ക് ഓർമ്മ വെച്ചോണം. അപ്പൊ ചൂരൽമല മുണ്ടക്കി പുനരധിവാസ പദ്ധതിക്ക് എന്താണ് നിർമ്മാണ ചുമതല വഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. മറന്നു പോരുത്. അടുത്ത, തലയോളപ്പറമ്പ് വൈക്കം ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. ആരാണ്? PN ഗോപികൃഷ്ണൻ. കൃതി ഉണ്ടല്ലോ, ഏതാണ് കൃതി? മാംസഭോജിയാണ് കവിതാ സമാഹാരം. മറന്നു പോരുത്. സമ്മാനത്തുക അറിയാമോ? 50,000 രൂപ. സമ്മാനത്തുക 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇത് സമ്മാനത്തുക. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രശല വൈവിധ്യമുള്ള വനമേഖല എന്നറിയപ്പെടുന്നത് ആറളം. ഏതാണ്? ആറളം ഏത് ജില്ല? കണ്ണൂർ ജില്ല. ഏത് ജില്ലയാണ്? കണ്ണൂർ. ഓക്കെ, അടുത്ത, JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടിയാണെങ്കിലോ അഞ്ജന ജയപ്രകാശ്. ആരാണ്? അഞ്ജന ജയപ്രകാശ്. അപ്പൊ JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. ഓക്കെ, മികച്ച ചിത്രം ഏതെന്ന് അറിയാമോ? 2018 എവരിവൺ ഈസ് എ ഹീറോ. മറന്നു പോരുത്. ഓക്കെ, 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതോ ജഗദീഷ് ശ്രീകുമാർ. ആരാണ്? ജഗദീഷ് ശ്രീകുമാർ. മറന്നു പോരുത്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതോ ജഗദീഷ് ശ്രീകുമാർ. മറന്നു പോരുത്. ഓക്കെ, കുണ്ടറ വിളംബരത്തിന്റെ എത്രാം വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 215. മറന്നു പോരുത്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. മറന്നു പോരുത്. 1809. കുണ്ടറ വിളംബരത്തിന്റെ എത്ര വാർഷികമാണ് 2025? 215. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. എക്സാമിന് ശ്രദ്ധിച്ചോണം. 2025 എത്ര വാർഷികം? 215 വാർഷികം. മറന്നു വരുന്നത്. എത്രയാണ്? 215 വാർഷികം. ഓക്കെ, അപ്പൊ രണ്ടൂന്ന് സങ്കരയിനം പാവല് പറയാണ് പ്രജനി പ്രകൃതി. ഓക്കെ, പ്രകൃതി ഏതിന്റെ സങ്കരയിനമാണ്? പാവലിന്റെ സങ്കരയിനമാണ് പ്രജനി പ്രകൃതി. മറന്നു പോരുത്. ഓർത്തു വയ്ക്കുക, പ്രജനി പ്രകൃതി. ഓക്കെ, ഏതിന്റെ സങ്കരയിനമാണ്? പാവലിന്റെയാണ്. മറന്നു പോരുത്. ഓക്കെ, അടുത്ത ഗിനിപ്പുല്ല്. ഗിനിപ്പുല്ലിന്റെ രണ്ടു സങ്കരയിനം പറയാൻ പറ്റുമോ? അറിയാമോ?
KAU സുപർണ, KAU സുപർണ. ഹരിത, ഓക്കെ, ഹരിത. അടുത്ത വീട്ടിലെ ഹരിത ആലോചിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരി ഹരിത ആലോചിക്കുക. ഓക്കെ, മരതകം. ഓക്കെ, ഏതൊക്കെയാണ്? KAU സുപർണ, ഹരിത, മരതകം. ഓർത്ത് വയ്ക്കുക. ഏതിന്റെയാണ്? ഗിനിപ്പുല്ല്. ഗിനിപ്പുല്ലിന്റെ സങ്കര ഇനമാണ് ഇത്. ഏത്? KAU സുപർണ, ഹരിത, മരതകം, അതുപോലെ തന്നെ ഹരിതശ്രീ. ഹരിതശ്രീ, ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഏതാണ്? ഹരിതശ്രീ. ഏതിന്റെയാണ്? ഗിനിപ്പുല്ലിന്റെയാണ്. ഓർത്ത് വയ്ക്കുക, മറന്നു വരുന്നത്. ഓക്കെ, 2025 ജനുവരി വിടവാങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി പറ. KS മണിലാൽ. KS മണിലാൽ. ഓക്കെ, മറന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഓക്കെ, കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. മറന്നു വരുന്നത്. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2020. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. അപ്പൊ മറന്നു വരുന്നത്. ഇതിൽ നിന്ന് ഒരു ചോദ്യം വരും. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ KS മണിലാൽ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. ഓക്കെ, മറന്നു വരുന്നത് 2020. ഓക്കെ, ഇനി രണ്ട് തണ്ണിമത്ത ഇനങ്ങൾ നോക്കാം. നമ്മൾ പാവൽ നോക്കി, ഗിരിപ്പുല്ല് നോക്കി. അടുത്ത് തണ്ണിമത്തൻ അറിയാമോ? ഷുഗർ ക്യൂൻ. അടുത്ത് ജൂബിലി കിങ്. ജൂബിലി കിങ്. ഓക്കെ, ഷുഗർ ക്യൂൻ, ജൂബിലി കിങ്, ഓറഞ്ച് ഡിലൈറ്റ്. ഓറഞ്ച് ഡിലൈറ്റ്. യെല്ലോ മഞ്ച്. ഓക്കെ, ബ്ലൂ മഞ്ച് അല്ല, എന്ത്? യെല്ലോ മഞ്ച്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് എന്താണ്? ബ്ലൂ കളറിലേക്ക്. ഇത് എന്താണ്? യെല്ലോ മഞ്ച്. ഓക്കെ, പക്കീസ. അടുത്ത് പക്കീസ. ഷുഗർ ക്വീൻ, ജൂബിലി ഷുഗർ ക്വീൻ, ജൂബിലി കിങ്, യെല്ലോ മഞ്ച്, ഓറഞ്ച് ഡിലൈറ്റ്. ഓക്കെ, ഷുഗർ ബേബി. ഇതെല്ലാം എന്താണ്? തണ്ണിമത്തൻ. തണ്ണിമത്ത ഇനങ്ങളാണ്. ഏതൊക്കെ? ഒന്നുകൂടെ പറയാം. ഷുഗർ ബേബി, പക്കീസ, ഷുഗർ ക്വീൻ, ജൂബിലി കിങ്, യെല്ലോ മഞ്ച്, ഓറഞ്ച് ഡിലൈറ്റ്. മറന്നു പോയത്. ഓക്കെ, ഓർത്ത് വെച്ചിക്കണം. മറന്നു പോവോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മള് റിവിഷൻ ആണ് നോക്കണം. പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ അനിമൽ ഹോട്ട് സ്പേസ് സെന്റർ എവിടെയാണ്? കുപ്പാടി. എവിടെയാണ്? കുപ്പാടി, മാനന്തവാടി. മാനന്തവാടി ഏത് ജില്ല? വയനാട് ജില്ല. ഓക്കെ, കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ അനിമൽ ഹോസ്പേസ് സെന്റർ എവിടെയാണ്? കുപ്പാടി എവിടെയാണ്? മാനന്തവാടി ഏത് ജില്ല? വയനാട് ജില്ല. മറന്നു പോയത്. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനത്തെ ആദ്യ നഗരസഭ പറവൂർ. ഓർത്തു വയ്ക്കുക. പറവൂർ ഏത് ജില്ല? എറണാകുളം ജില്ല. പറവൂർ ഏതാണ്? എറണാകുളം ജില്ല. വടക്കൻ പറവൂർ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ പറവൂർ ഏതാണ്? എറണാകുളം ജില്ല. അപ്പൊ എന്താണ്? ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് പറവൂർ. മറന്നു പോരുത്. അടുത്ത, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. ഏതാണ്? നേർവഴി. അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ എന്ത് ഉപയോഗം കുറയ്ക്കാൻ? ലഹരി ഉപയോഗം ഒഴിവാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നേർവഴി. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? തദ്ദേശ സ്വയംഭരണ MP. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉണ്ട്, എന്ത്? എക്സൈസും ഉണ്ട്. ആർക്ക്? MP രാജേഷിന്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. ഏതാണ്? നേർവഴി. അപ്പൊ അടുത്ത പോയിന്റ്, വ്യക്തികൾക്ക് എന്തുണ്ട്? സർട്ടിഫിക്കറ്റ് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ലോക്കർ? ഡിജി ലോക്കർ. ഓക്കെ, ഏതാണ്? ഡിജി ലോക്കർ. എല്ലായിടത്തും അംഗീകരിച്ചതാണ് ഡിജി ലോക്കർ. നമ്മൾ ലൈസൻസ് ഒക്കെ എന്ത് ചെയ്യാം? ഡിജി ലോക്കർ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യാം? ഡിജി ലോക്കർ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി, അല്ലാതെ കൊണ്ട് കിടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് പകരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരുടെ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ത്? NGT ലോക്കർ. എന്ത് ലോക്കർ? NGT ലോക്കർ. അപ്പൊ ഓർത്ത് വയ്ക്കാം, വ്യക്തികളെ സൂക്ഷിക്കാൻ എന്ത്? ഡിജി ലോക്കറും സ്ഥാപനങ്ങൾക്ക് സൂക്ഷിക്കാൻ NGT ലോക്കർ. ഓർത്ത് വയ്ക്കാം, NGT ലോക്കർ. NGT ലോക്കർ. ഓക്കെ, അംഗൻവാടി വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി പോഷകബാല്യം. എന്താണ്? അംഗൻവാടി വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ്? പോഷകബാല്യം. ഇത് ആരംഭിച്ച വർഷം അറിയാമോ? 2022. ഓക്കെ, അപ്പൊ പോഷകബാല്യം ആരംഭിച്ച വർഷം 2022. മറന്നു പോകരുത്. അടുത്ത പോയിന്റ് നോക്കാം.
അടുത്ത പോയിന്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതി പഠനമിത്രം. ഏതാണ്? പഠനമിത്രം. അപ്പൊ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹപാഠികൾ വഴി സഹായം നൽകുന്ന പദ്ധതി എന്ന് വെച്ചാൽ പഠനമിത്രം. മറന്നു പോരുത്, പഠനമിത്രം. ഓക്കെ. പരീക്ഷ കാലത്തെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ശിശുക്ഷേമ സമിതിയുടെ പരിപാടി എന്തിനെല്ലിക്ക? മധുരനെല്ലിക്ക. ഓർത്തുവയ്ക്ക, ഏതാണ്? മധുരനെല്ലിക്ക. പരീക്ഷ കാലത്തെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ശിശുക്ഷേമ സമിതിയുടെ പരിപാടിയാണ് മധുരനെല്ലിക്ക. ഓർത്തുവയ്ക്ക, മധുരനെല്ലിക്ക. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യം, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ. അതുപോലെ അദ്ദേഹം ഏത് സ്ഥാനമാണ് വഹിക്കുന്നു? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരെന്നെയാണ്? എ ഷാജഹാൻ. ഓർത്തുവയ്ക്ക, എ ഷാജഹാൻ. അങ്ങനെയാണെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. നമ്മൾ പഠിച്ചല്ലേ രത്തൻ യു ഖേൽക്കർ. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? രത്തൻ യു ഖേൽക്കർ. രത്തൻ യു ഖേൽക്കർ. മറന്നു വരുത്, രത്തൻ യു ഖേൽക്കർ. ഇന്ത്യയിലെ അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ചടങ്ങിലെ മുഖ്യാതിഥി സുബിയാന്തോ. ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? പ്രഭാവോ ഇന്തോനേഷ്യ. ഏതാണ്? ഇന്തോനേഷ്യ. മറന്നു പോയത്, പ്രഭാവോ സുബിയാന്തോ. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ്? 75ാമത്തെ. എത്രാമത്തെ? 75ാമത്തെ. ഓക്കെ. അപ്പോൾ നമ്മള് ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ എത്രാം വാർഷികം? 150ാം വാർഷികം. എത്രയാണ്? 150ാം വാർഷികം. ആ വാർഷിക വേളയിൽ ആദരിക്കപ്പെട്ട മലയാളി വനിത അന്ന മാണി. ഓർത്തുവയ്ക്ക, ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ 150ാം വാർഷികത്തിൽ ആദരിക്കപ്പെട്ട മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അന്ന മാണി. മറന്നു വരുത്, അന്ന മാണി. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ചോദ്യം, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ നിയമിതനായത് ഭുവനേശ്വർ കുമാർ. ആരാണ്? ഭുവനേശ്വർ കുമാർ. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI. ഓർത്തുവയ്ക്ക, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ആയി നിയമിതനായത് ആരാണ്? ഭുവനേശ്വർ കുമാർ. ആരാണ്? ഭുവനേശ്വർ കുമാർ. ഓക്കെ. നിലവിൽ ISRO ചെയർമാൻ വി നാരായണൻ. നിലവിൽ ISRO ചെയർമാൻ വി നാരായണൻ. എത്രാമത്തെ ചെയർമാൻ? 11ാമത്തെ ചെയർമാൻ. എത്രയാണ്? 11ാമത്തെ ചെയർമാൻ. ഓക്കെ. നിലവിലെ ISRO ചെയർമാൻ എത്രയാണ്? 11ാമത്തെ ചെയർമാൻ. പേരാണ് വി നാരായണൻ. മറന്നു പോരുത്. ഓക്കെ. അടുത്ത്, നിലവിലെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ. ഹിമന്ത വിശ്വ ശർമ്മ. ആസാമിലല്ലേ രാഷ്ട്രപതി ഭരണം വന്നത്? മണിപ്പൂരിലാണ് രാഷ്ട്രപതി ഭരണം വന്നത് കേട്ടോ. ആസാമിലെ നിലവിലെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ഹിമന്ത വിശ്വ ശർമ്മ. ഹിമന്ത വിശ്വ ശർമ്മ. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 18ാമത് പ്രവാസി ഭാരത് ദിവസ് എവിടെയാണ്? ഭുവനേശ്വർ. പ്രവാസി ദിനവും പറഞ്ഞു. എന്താണ്? ജനുവരി 9. ജനുവരി 9 ആരുടെ തിരിച്ചുവരവിനാണ്? ഗാന്ധിജിയുടെ തിരിച്ചുവരവ്. വർഷം 1915. ഓക്കെ. 2025 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? 2025 UN എന്ത് ദിനം? സഹകരണ വർഷം. വേറെ വർഷങ്ങളുണ്ട്. ഗ്ലേസിയർ. ഹിമാനികളുടെ സംരക്ഷണ വർഷം. അടുത്ത്, സമാധാനത്തിനും വിശ്വാസത്തിനുള്ള വർഷം. സമാധാനത്തിനും വിശ്വാസത്തിനുള്ള വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. ഓക്കെ. പറഞ്ഞു ഓർത്തു വയ്ക്കുക. 2025 UN എന്തൊക്കെയാണ് ആഘോഷിക്കുന്നത് വെച്ചാൽ ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അതുപോലെ ഹിമാനികളുടെ സംരക്ഷണ വർഷം, അതുപോലെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. മറന്നു പോരുത്. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് പോവാം. കാഴ്ച പരിമിതരുള്ള വനിതകളുടെ ദേശീയ 2020 മത്സരവേദി കൊച്ചി. കേരളത്തിലായിരുന്നു. ഓർത്തുവയ്ക്കുക, കാഴ്ച പരിമിതരുള്ള വനിതകളുടെ ദേശീയ 2020 മത്സരവേദി എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? കൊച്ചിയാണ്. ഓക്കെ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത്? ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. ഏതാണ്? കേരളം. ചോദ്യം കേട്ടിട്ട് ഉത്തരം ചെയ്യണം കേട്ടോ. അതാണ് നമ്മൾ തെറ്റിപ്പോണത് കേട്ടോ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത് ഏതാണ്? കേരളം. വേദി എവിടെയാണ്? റാഞ്ചി. എവിടെയാണ് വേദി? റാഞ്ചി. ഓർത്തു വയ്ക്കാം, വേദി റാഞ്ചി. 1ാം സ്ഥാനം നേടിയതോ കേരളം, 2ാം സ്ഥാനം നേടിയതോ മഹാരാഷ്ട്ര, ഓക്കെ. 3ാം സ്ഥാനം നേടിയത് തമിഴ്നാട്. ഓർത്തു വയ്ക്കാം, ഓക്കെ. അടുത്ത് മറന്നുപോയില്ല. അടുത്ത ചോദ്യം, 2024-25 സന്തോഷ് ട്രോഫി വിജയി
സന്തോഷ് ട്രോഫി വെസ്റ്റ് ബംഗാൾ. സന്തോഷ് ട്രോഫി വിജയ് വെസ്റ്റ് ബംഗാൾ. എത്രാം തവണയാണ് അവർ സന്തോഷ് ട്രോഫി നേടുന്നത്? 33 തവണ. ഓക്കെ, എത്ര തവണ നേടിയിട്ടുണ്ട്? 33 തവണ. ഓക്കെ, കേരളം എത്രാം തവണ റണ്ണറപ്പ് ആവുന്നത്? 9ാം തവണയാണ് റണ്ണറപ്പ് ആവുന്നത്. അപ്പൊ റണ്ണറപ്പ് ആയതാരെന്ന് വെച്ചാൽ കേരളവും. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ നേടിയതാരെന്ന് വെച്ചാൽ ബംഗാളുമാണ്. എത്ര തവണ നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 33 തവണ. ഓർത്തു വയ്ക്കുക. അപ്പൊ 2024-25 സന്തോഷ് ട്രോഫി വിജയ് ആരെന്ന് ചോദിച്ചാൽ ബംഗാൾ. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. മറന്നു പോകരുത്, ഫുട്ബോൾ. അങ്ങനെ ചോദിക്കും. ഓക്കെ, ലോകാരോഗ്യ സംഘടനയുടെ മേധാവി, നിലവിലെ മേധാവി ടെഡ്രോസ് അഥാനം. ഓക്കെ, UN സെക്രട്ടറി ജനറൽ ആണെങ്കിലോ? UN സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ്. മറന്നു പോകരുത്, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മറന്നു പോകരുത്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എത്രാമത്തെ പ്രസിഡന്റ്? അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ്. എത്രാമത്തെ പ്രസിഡന്റ്? 47ാമത്തെ പ്രസിഡന്റ്. ഓർത്തോക്ക, 47ാമത്തെ പ്രസിഡന്റ്. ഓക്കെ, അടുത്തത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി എവിടെയാണ്? ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ഓക്കെ, എടുത്ത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയതോ? ദ വേൾഡ് ആഫ്റ്റർ ഗാസ. പങ്കജ് മിശ്ര. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് വെച്ചാൽ പങ്കജ് മിശ്ര. ഈ ഗാസ എവിടെയുണ്ടായി? പാലസ്തീൻ. ഗാസ എവിടെയാണ്? പാലസ്തീൻ. ഓക്കെ, നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടാവും. നമ്മള് ഈ ഈ ഇസ്രായേലിലേക്ക് പോയ ഇസ്രായേലിൽ നിന്ന് പാലസ്തീനിലേക്ക് പോയ ഒരു ടീമിനെ തടഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? നമ്മളൊരു കാലാവസ്ഥ പര്യവേക്ഷകൻ ഓർമ്മയുണ്ടോ? ഗ്രേറ്റ തുൻബർഗ്. ഓർത്തോക്കണം ആരാണ്? ഗ്രേറ്റ തുൻബർഗ്. ഓക്കെ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുക അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആര്? ഗ്രേറ്റ തുൻബർഗ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റ തുൻബർഗ് പാലസ്തീനിലേക്ക് പോയപ്പോ എന്ത് ചെയ്തു? ഇസ്രായേല് തടഞ്ഞു വെച്ചു. അപ്പൊ ദ വേൾഡ് ആഫ്റ്റർ ഗാസ ആരുടെ പുസ്തകം? പങ്കജ് മിശ്ര. ആരാണ്? പങ്കജ് മിശ്ര. മറന്നു പോരുത്. ഓക്കെ, അടുത്ത ചാറ്റ് GPT വെല്ലുവിളി ഉയർത്തിയ ചൈനീസ് കമ്പനിയാണ് ഡീപ് സീക്ക്. ഓക്കെ, അപ്പൊ ഈ ജെമിനി ഏതിന്റെ? ജെമിനി ഗൂഗിളിന്റെ ആണ് കേട്ടോ. ജെമിനി ഏതിന്റെ വെച്ചാൽ ഏതാണ്? ഗൂഗിളിന്റെ. ഓക്കെ, മെറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നതാണ്? വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം കൂടെ ചേർത്തതാണ് ഏത്? മെറ്റ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം കൂടെ ചേർത്താണ് മെറ്റ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കാം. അപ്പൊ ചാറ്റ് ജിപിറ്റിക്ക് വെല്ലുവിളി വന്ന ചൈനീസ് കമ്പനിയാണ് ഏത്? ഡീപ് സീക്ക്. ഓർത്ത് വയ്ക്കാം, ഡീപ് സീക്ക്. ജെമിനി ഏതിന്റെയാണ്? ഗൂഗിളിന്റെ ആണ് ഏത്? ജെമിനി എന്ന് പറയുന്നത്. ഓക്കെ, AI സോഴ്സുകളാണ് ഏതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജെമിനിയും ചാറ്റ് ജിപിറ്റിയും ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാനഡയിൽ നിന്നുള്ള ലോകത്തിലെ ആദ്യ വനിതാ ഹൈഡ്രോഗ്രാഫർ സാവിത്രി നാരായണൻ. ആരാണ്? സാവിത്രി നാരായണൻ. അപ്പൊ കാനഡയിൽ നിന്നുള്ള ലോകത്തിലെ ആദ്യ വനിതാ ഹൈഡ്രോഗ്രാഫർ ആരെന്ന് വെച്ചാൽ സാവിത്രി നാരായണൻ. ഓക്കെ, മറന്നു വരുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഗ്വാദ്വർ എയർപോർട്ടിൽ ആരുടെ സാമ്പത്തിക സഹായം? ചൈന. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഓർമ്മയുണ്ടോ? അവിടുത്തെ ഒരു ആണവ നിലയം ചഷ്മ. ഓക്കെ, ചഷ്മ 5. ഓക്കെ, ആരുടെ സഹായം? ചൈനയുടെ സഹായം. അപ്പൊ അവിടെ പാകിസ്ഥാനിൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ചൈന തന്നെയാണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചൈന തന്നെയാണ്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഏതോ ഏറ്റവും വലിയ എയർപോർട്ട് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എയർപോർട്ട് ഗ്വാദ്വർ എയർപോർട്ട് ആരുടെ സഹായം? ചൈനയുടെ സഹായം. അതുപോലെ തന്നെ ആണവ നിലയം ഏത്? ചഷ്മ 5 അതിന്റെ സഹായം ചെയ്യുന്ന ഏതാണ്? ചൈന തന്നെയാണ്. ഓക്കെ, പ്രസിഡന്റ് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്. പഠിച്ചൊക്കെ മറന്നുപോയാണ്. ഷി ജിൻപിങ്. ഏതാണ്? ഷി ജിൻപിങ്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായ സജീവ അഗ്നിപർവ്വതം ഏതാണ്? ഇബു. 2025 ജനുവരി കിഴക്കൻ ഇന്തോനേഷ്യയിൽ ഉഗ്രസ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇബു. അപ്പൊ ഇന്തോനേഷ്യയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ. റിപ്പബ്ലിക് 75ാമത് റിപ്പബ്ലിക് ദിനത്തില് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്ത ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഓക്കെ, ആരാണ്? സുബാബോ പ്രഭയാന്തോ. ഓർത്തു വയ്ക്കാൻ മറന്നു പോരുത്. ഓക്കെ, പഠിച്ച കാര്യം പെട്ടെന്ന് മറന്നു പോകണം. ഇത്രയും പെട്ടെന്ന് മറന്നു പോകല്ലേ കേട്ടോ. നമ്മൾ റിവിഷനാണ് ചെയ്യുന്നത്, അപ്പൊ മറന്നു പോകാൻ പാടില്ല കേട്ടോ.
ലെബനന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലെബനന്റെ പ്രസിഡന്റായി ജോസഫ് ഔൻ. ഏതാണ്? ജോസഫ് ഔൻ. ക്ലിയർ? മറന്നു പോരുത്. ജോസഫ് ഔൻ. വെൻസുലയുടെ നിലവിലെ പ്രസിഡന്റ് വെൻസുല നിക്കോളാസ് മഡുറ്റോ. എന്നല്ല, മഡുറോ. എന്താണ്? വെൻസുലയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡുറോ. കേട്ടോ? ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തത് സോറൻ മിലാനോവിച്ച്. ഏതിന്റെ പ്രസിഡന്റ്? ക്രൊയേഷ്യ. ഓർത്തുവയ്ക്കാൻ, ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലാനോവിച്ച്. ഓക്കെ. 2025 ജനുവരിയിൽ ലോകത്തിലെ വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്തത് വിയറ്റ്നാമിലെ ഹനോയ്. ഓക്കെ, മറന്നു വരുന്നത് വിയറ്റ്നാമിലെ ഹനോയ്. ഓക്കെ, മറന്നു വരുന്നത്. എന്താ ഹനോയുടെ പ്രത്യേകത? 2025 വായു മലിനീകരണത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം റിപ്പോർട്ട് ചെയ്തതാണ് വിയറ്റ്നാമിലെ ഹനോയ്. മറന്നു വരുന്നത് വിയറ്റ്നാമിലെ ഹനോയ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏതാണ്? വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ തുടക്കമിട്ട പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ്. മറന്നു വരുന്നത് ആന്ധ്രാപ്രദേശ്. ഏക വ്യക്തി നിയമം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏക വ്യക്തി നിയമം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്. മറന്നു പോരുത്. ഏക വ്യക്തി നിയമം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യമല്ലോ. ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. ഓർത്തുവയ്ക്ക, അമരാവതി. ഓക്കെ, രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ അമരാവതി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ്? കൊൽക്കത്തയിലെ ബോയ് മേള. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമേള എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേളയാണ് ഇത് കൊൽക്കത്തയിലെ ബോയ് മേള. ഓർത്തു വയ്ക്കുക. എത്രാമത്തെ പുസ്തകമേളയായിരുന്നു നടന്നത് 2025? 48ാമത്. എത്രാമത്തേതാണ്? 48ാമത്. ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേളയാണ് കൊൽക്കത്തയിലെ ബോയ് മേള. ഓക്കെ, അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ മേജർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. മറന്നു പോരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര. ഓക്കെ, മറന്നു പോരുത്. അപ്പോ ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം ചോദിച്ചു, ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈവേ ഏതെന്ന KS ചോദിച്ച ചോദ്യമാണ്. അറിയാമോ? NH 66. നേരത്തെ ചോദിച്ചിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഏതാണ്? ടെക്നോ പാർക്ക് അല്ല, IT പാർക്ക് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഏതാണ്? ടെക്നോ പാർക്ക് ആയിരുന്നു. എന്നാൽ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ KS ചോദിച്ചത് ഏത് നാഷണൽ ഹൈവേയുടെ അടുത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏത് നാഷണൽ ഹൈവേ? NH 66. മറന്നു പോയത്. NH 66. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കാം. എയർ ടാക്സി സേവനത്തിനായി ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യ കുഞ്ഞൻ ഇലക്ട്രിക് വിമാനം ശൂന്യ. പുറത്തേക്ക്. എയർ ടാക്സി സേവനത്തിനായി ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യ കുഞ്ഞൻ ഇലക്ട്രിക് വിമാനമാണ് ഏത്? ശൂന്യ. മറന്നു പോരുത്. ശൂന്യ. അപ്പൊ എന്താണ് പ്രത്യേകത? എയർ ടാക്സി സേവനത്തിനായി ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യ കുഞ്ഞൻ ഇലക്ട്രിക് വിമാനമാണ് ഏത്? ശൂന്യ. സ്ത്രീകൾക്ക് ഏറ്റവും മികച്ച നഗരങ്ങൾ ഒന്നാമതെത്തിയതോ ഏത് നഗരം? ബാംഗ്ലൂർ. ഓക്കെ, സ്ത്രീകൾക്കായുള്ള ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതെന്ന് വെച്ചാൽ ഏതാണ്? ബാംഗ്ലൂർ. ഓക്കെ, രാജ്യത്ത് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, രാജ്യത്ത് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളം. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. രാജ്യത്ത് ഭൂപടം തെറ്റായി ചിത്രീകരിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? 6 മാസം തടവ്. ഓക്കെ, രാജ്യത്ത് ഭൂപടം തെറ്റായി ചിത്രീകരിക്കുന്ന ശിക്ഷ ചോദിച്ചാൽ ഏതാണ്? 6 മാസം തടവ്. മറന്നു പോരുത്. എത്ര മാസം തടവ്? 6 മാസം തടവ്. ഓക്കെ, എന്ത് തെറ്റായി ചിത്രീകരിച്ചാൽ? ഭൂപടം തെറ്റായി ചിത്രീകരിച്ചാൽ. അടുത്ത ചോദ്യം അതൊരു ലോയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ലൈംഗിക ചുവയുള്ള അശ്ലീല ഭാഷകൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത. ഇപ്പൊ നിലവിൽ പുതിയതാണ്. ഏത്? ഭാരതീയ ന്യായ സംഹിത വകുപ്പ് ഏത്?
75 ക്ലോസ് 4 മറന്നു പോകരുത്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലൈംഗിക ചുവയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെയുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പാണ് ഇത്. 75(4). ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നവർക്കുള്ള IT ആക്ടിലെ വകുപ്പ് ഏതാണ്? 67. ഇത് രണ്ടും പഠിച്ചു വെച്ചാണ് എക്സാമിന് ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ്? ഇലക്ട്രിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നവർക്കെതിരെയുള്ള IT ആക്ടിലെ വകുപ്പാണ് ഇത്. 67. ഓക്കെ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ISRO 100ാമത്തെ ഉപഗ്രഹം NVS-02 വിക്ഷേപിച്ച വാഹനം GSLV F50. അപ്പൊ 99ാമത്തെ ദൗത്യം സ്പാഡെക്സ്. വാഹനം PSLV C60. മറന്നു പോരുത്, PSLV C60. ഓക്കെ. ഇന്ത്യയുടെ 2ാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടി. ഏത് സംസ്ഥാനം? തമിഴ്നാട്. മറന്നു പോരുത്, ഏതാണ്? തമിഴ്നാട്. ഓക്കെ. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 118. മറന്നു പോരുത്, ഇന്ത്യയുടെ സ്ഥാനം 118. അടുത്ത പോയിന്റ്, നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് നമീബിയ. അറിയാമോ? നെട്ടുംബോ നന്ദി. അത്രയും മാത്രം പഠിച്ചെടുത്താൽ മതി കേട്ടോ. നെട്ടുംബോ നന്ദി. NANDI നന്ദി. അടുത്ത പറയട്ടോ. 2025 ലോക ജലദിനം പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ. അപ്പൊ ജലദിനം എന്താണ്? പഠിച്ചു നോക്കിയാൽ നമ്മള് മാർച്ച് 22. അപ്പൊ അത് പഠിക്കാനുള്ള കോഡ് ഓർമ്മയുണ്ടോ? വനജല കാലക്ഷയ. ഇല്ല നാടകം. അപ്പൊ ആദ്യം കേൾക്കണവര് ശ്രദ്ധിക്കുക. വനജല കാലക്ഷയം ഇല്ല നാടകം എന്ന് പറയുന്നത് വനദിനം മാർച്ച് 21. വനദിനം ജലദിനം മാർച്ച് 22. അടുത്ത വനദിനം ജലദിനം. വനജല കാലാവസ്ഥ ദിനം മാർച്ച് 24. ഓക്കെ. മാർച്ച് 25 എന്താണ്? 23. 24 എന്താണ്? ക്ഷയദിനം. അപ്പൊ അടുത്ത കഴിഞ്ഞ് 27 എന്താണ്? ഇല്ല 27 എന്താണ്? നാടക ദിനം. അപ്പൊ ഓർത്ത് വയ്ക്കാം. എന്താണ്? വനജല കാലക്ഷയ ഇല്ല നാടകം. ഓക്കെ. അടുത്ത 2025 വനദിന പ്രമേയം 2025 ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 ലോക വനദിന പ്രമേയം ചോദിച്ചാൽ ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ഓക്കെ. 2025 വനം വന്യജീവി ദിനത്തിന്റെ പ്രമേയം. വനം വന്യജീവി ദിനത്തിന്റെ പ്രമേയം അറിയാമോ? കിട്ടുന്നുണ്ടോ? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇത്തിരി നീളം കൂടിയതാണ്. ഓർത്ത് വയ്ക്കുക. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഓക്കെ. ഓർത്ത് വയ്ക്കുക. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഓക്കെ. അടുത്ത പോയിന്റ് പറയട്ടോ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യം നോർവേ. ഇതാണ് നോർവേ. ഓക്കെ. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യം ഏതാണ്? നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49. UN അംഗമായ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 193. UN അംഗമായ രാജ്യങ്ങളുടെ എണ്ണം 193 കേട്ടോ. മറന്നു പോയത്. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ ഒന്നാം സ്ഥാനം ഏതാണ്? നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49. ഓക്കെ. ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം മലയാളിയാണ്. പറഞ്ഞോ? ഇപ്പോഴത്തെ അല്ല ഇപ്പൊ കളി നടക്കുന്നുണ്ട്. ഇന്ത്യയും ഏതൊക്കെ തമ്മില്? കരുൺ നായർ. ആരാണ്? കരുൺ നായർ. ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം ചോദിച്ചാൽ കരുൺ നായർ. മറന്നു പോയത്, കരുൺ നായർ. ഓക്കെ. 2025 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ. ഇത് ഓർമ്മ കിട്ടുന്നു? ഈ പേര് എവിടെ ഓർമ്മ കിട്ടുന്നു? എവിടെയെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഫ്ലാഗ്. എന്തിൽ ഫ്ലാഗ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഒരാളാണ്. ആര്? അജന്ത
അജന്ത ശരത് കമൽ. അജന്ത ശരത് കമൽ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടാണ്? ടേബിൾ ടെന്നീസ്. അദ്ദേഹം എന്ത് ചെയ്തു? വിരമിച്ചു. 2025 മാർച്ചില് വിരമിച്ചു. ഓർത്തു വയ്ക്കുക. ഓക്കെ, ഈ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ആരെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്? ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു. അപ്പൊ 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യ വിജയിച്ചു. ഓർത്തു വയ്ക്കുക, ഇന്ത്യ വിജയിച്ചു. ഓക്കെ, ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എത്രാമത്തെ കിരീടം? മൂന്നാമത്തെ കിരീടം. എത്രാമത്തെ കിരീടം? മൂന്നാമത്തെ കിരീടം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എത്രാമത്തെ കിരീടം ചോദിച്ചാൽ മൂന്നാമത്തെ കിരീടം. ഓക്കെ, ഹോക്കി ലോകകപ്പ് വിജയത്തിന്റെ എത്രാം വാർഷികമാണ് ആഘോഷിക്കുന്നത്? 50-ാം വാർഷികം. ലോകകപ്പ് ഹോക്കി വിജയത്തിന്റെ എത്രാം വാർഷികമാണ് എന്ന് ചോദിച്ചാൽ 50-ാം വാർഷികം. ആരുടെ വിജയം? ഇന്ത്യയുടെ വിജയം. ഏത് വർഷം ആദ്യം വിജയിച്ചു? 1975. ഓക്കെ, എവിടെ വെച്ച് നടന്നു? മലേഷ്യയിൽ വെച്ച് നടന്നു. എവിടെ വെച്ച് നടന്നു? മലേഷ്യ. മറന്നു വരുന്നത് എവിടെ വെച്ച് നടന്നു? മലേഷ്യ. ഓക്കെ, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ബോർഡ് അംഗീകാരം നൽകിയത്? IOC ബോർഡ് അംഗീകാരം നൽകിയത് ബോക്സിംഗ്. ഏതാണ്? ബോക്സിംഗ്. ഓക്കെ, ഏതിന് അംഗീകാരം നൽകി? ബോക്സിംഗിന്. അപ്പൊ 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് എവിടെയാണ്? അമേരിക്ക. ഓക്കെ, മറന്നു വരുന്നത് അമേരിക്ക. ഓക്കെ, 39ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞോ? ജിമ്മി കാർട്ടർ. മറന്നു വരുന്നത് 39ാമത്തെ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ. 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറന്നു വരുന്നത്. ഓക്കെ, 2025 ഏകദിന വനിതാ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം? ഇന്ത്യ. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം? ഇന്ത്യ. മറന്നു വരുന്നത് 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം? ഇന്ത്യ. 2025 ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? ഇന്ത്യ. ആരുടെ തോപ്പിച്ചു? ന്യൂസിലൻഡിനെ തോപ്പിച്ചു. ന്യൂസിലൻഡിനെ തോപ്പിച്ചു. ഓക്കെ, 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യ ഏഷ്യൻ രാജ്യം? ജപ്പാൻ. ഏതാണ്? ജപ്പാന്റെ തലസ്ഥാനം? ടോക്കിയോ. ജപ്പാന്റെ തലസ്ഥാനം? ടോക്കിയോ. ഓക്കെ, 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കൾ? രഞ്ജി ട്രോഫി വിദർഭ. ഓർത്തേക്ക് 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളെ ചോദിച്ചാൽ വിദർഭ. റണ്ണറപ്പ് ആയത് കേരളം. ഓക്കെ, രഞ്ജി ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് എന്നല്ലേ ചോദ്യം പറഞ്ഞത്? ഓക്കെ, രഞ്ജി ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത? ക്രിസ്റ്റി കോവൻട്രി. ഓക്കെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ചോദിച്ചാൽ ഏതാണ്? ക്രിസ്റ്റി കോവൻട്രി. ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്തു വയ്ക്കുക, ക്രിസ്റ്റി കോവൻട്രി. ഓക്കെ, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനെ സമർപ്പിച്ചതെന്ന്? 2025 മെയ് 2. ഓക്കെ, മെയ് 2. മറന്നു വരുത്. ഓക്കെ, മെയ് 7 എന്താണ്? സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആണ് ഏത്? മെയ് 7. അപ്പൊ മെയ് 2-നാണ് എന്ത് സമർപ്പിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതിനെ വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ മെയ് 2. മറന്നു വരുത്, മെയ് 2. ഓക്കെ, അടുത്ത സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ജയതിലക്. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ജയതിലക്. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത പോയിന്റോ. സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് എവിടെ? സ്കൈ ഡൈനിങ് ബേക്കൽ കാസർഗോഡ്. എവിടെയാണ്? ബേക്കൽ കാസർഗോഡ്. ഓക്കെ, സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ബേക്കൽ കാസർഗോഡ്. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രം? ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രം? പത്തനംതിട്ട. ഏതാണ്? പത്തനംതിട്ട. തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം? ധർമ്മടം. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഏതാണ്? ധർമ്മടം. ഓക്കെ, മറന്നു പോകരുത്. സംസ്ഥാനത്തെ ആദ്യ ദരിദ്രാരിദ്ര്യ മുക്ത മണ്ഡലം ചോദിച്ചാൽ ധർമ്മടം. ആരുടെ മണ്ഡലം ഉണ്ടായി? ധർമ്മടം. നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മണ്ഡലമാണ് ഏത്? ധർമ്മടം. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ സാഹസിക ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ശാസ്താംപാറ ഏത് ജില്ല? തിരുവനന്തപുരം. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ സാഹസിക ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നതോ? ശാസ്താംപാറ തിരുവനന്തപുരം. ഓക്കെ, മറന്നുപോയത് ഓർത്ത് വെച്ച് പഠിക്കുക. അടുത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനായി കേരള സർക്കാർ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്ടായി? കെ സ്മാർട്ട്. ഫുൾ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്?
കേരള സൊല്യൂഷൻ ഫോർ പറ. കേരള സൊല്യൂഷൻ ഫോർ പഠിച്ചവരുടെ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, പഠിച്ചതാണ്. സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. നമ്മൾ ഈ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം കേട്ടോ, ഓർത്ത് വെച്ച് പഠിച്ചോണ്ട് കേട്ടോ. കെ സ്മാർട്ട് മരം വളർത്താൻ ഇൻസെന്റീവ് നൽകുന്ന വനംവകുപ്പിന്റെ പദ്ധതി ട്രീ ബാങ്കിങ്. ഓക്കെ, മരം വളർത്താൻ ഇൻസെന്റീവ് നൽകുന്ന വനംവകുപ്പിന്റെ പദ്ധതിയാണ് ട്രീ ബാങ്കിങ്. ഓക്കെ, അടുത്ത പോയിന്റ്. കാഴ്ച പരിമിതിയുള്ളവരുടെ പേരിൽ അക്ഷരലോക മന്യമായിരുന്നവരെ, കണ്ണു കണ്ടിടാത്തവരെ, കാഴ്ച പരിമിതിയുള്ളവരെ എന്ത് ചെയ്ത കൈപിടിച്ചുയർത്തുന്ന സംസ്ഥാന സാക്ഷര മിഷൻ പദ്ധതി. കണ്ണ് കണ്ടിടാത്തവരെന്ന് പറയാൻ പറ്റത്തില്ല, കാഴ്ച പരിമിതി കുറഞ്ഞുള്ളവരെ എന്താണ് പദ്ധതിയാണ് ഏതോ ദീപ്തി. ഓർത്ത് വയ്ക്കുക, ഏതാണ് ദീപ്തി, മറന്നു പോരുത്, ദീപ്തി. ഓക്കെ, അടുത്ത പോയിന്റ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 സാറ. ഓക്കെ, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ഏപ്രിൽ 7 പ്രത്യേകത എന്താണ്? ലോകാരോഗ്യ ദിനം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ക്ലിയർ ആണോ? ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ പിണറായി വിജയന്റെ സ്ഥാനം 2ാം സ്ഥാനം. ഓക്കെ, ഓർത്ത് വയ്ക്കുക, 2ാം സ്ഥാനം. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച പട്ടികയിൽ പിണറായി വിജയന്റെ സ്ഥാനം ചോദിച്ചാൽ 2ാം സ്ഥാനം. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ സംസ്ഥാനം കേരളം. എത്ര ശതമാനം എന്നറിയാമോ? 95.2%. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്തെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ സംസ്ഥാനമാണ് ഏതാണ്? കേരളം. മറന്നു പോരുതോ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നതോ? 2025 നടന്നതോ? ബോൾഗാട്ടി എവിടെയാണ്? എറണാകുളം ജില്ല. ഓക്കെ, ബോൾഗാട്ടി എവിടെയാണ്? എറണാകുളം, കൊച്ചി. ഓക്കെ, എറണാകുളം, കൊച്ചി. ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത പോയിന്റ്. 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിനേശ് മഹേശ്വരി. ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23ാമത് നിയമ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരെന്ന് വെച്ചാൽ ആരാണ്? ദിനേശ് മഹേശ്വരി. ഓക്കെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? 52ാമത്തെ. എത്രാമത്തെയാണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓർത്ത് വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് അമരാവതി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എന്ന് വെച്ചാൽ അമരാവതി. 2025 നമ്മൾ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. എന്താണ് വർഷം? ക്വാണ്ടം സയൻസ് വർഷം. ഓക്കെ, മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള നീക്കം ആദ്യം അനുകൂലിച്ച രാജ്യം ഇന്ത്യ. അപ്പൊ മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താൻ ആദ്യം അനുകൂലിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. ഔറംഗസേബ് പൂറിന്റെ പുതിയ പേര് ശിവാജി നഗർ. ഓക്കെ, ഔറംഗസേബിന്റെ പുതിയ പേരെന്ന് ചോദിച്ചാൽ ഏതാണ്? ശിവാജി നഗർ. ഓക്കെ, ഹീമോഫീലിയയിലേക്കുള്ള ആദ്യ ജീൻ തെറാപ്പി പരീക്ഷണം നടത്തിയ രാജ്യം ഇന്ത്യ. ഹീമോഫീലിയയിലേക്കുള്ള ആദ്യ ജീൻ തെറാപ്പി പരീക്ഷണം നടത്തിയ രാജ്യം ചോദിച്ചാൽ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഏക ചെന്നായ സങ്കേതം എന്ന ബഹുമതി സ്വന്തമാക്കിയ മഹാദ്വർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ ഏക ചെന്നായ സംഗീതം ഏത് സംസ്ഥാനത്ത് ചോദിച്ചതാണ്? ജാർഖണ്ഡ്. മറന്നു പോയത് ഏതാണെന്ന് ചോദിച്ചാൽ മഹാദ്വർ. ഓക്കെ, മറന്നു പോയത് ഏതാണ്? മഹദ്വാനർ. ഓക്കെ, ഓക്കെ, മറന്നു പോയത്. ഓക്കെ, ആണവ അന്തർവാഹിനികൾക്ക് യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെ? ആന്ധ്ര തീരത്ത്. എവിടെയാണ്? ആന്ധ്ര തീരത്ത്. ഓക്കെ, ആന്ധ്ര സംസ്ഥാനത്ത്. ഓർത്ത് വയ്ക്കുക. അടുത്ത ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ആര്യഭട്ട. ഏതാണ്? ആര്യഭട്ട. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഏത് വർഷമാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്? 1975 ഏപ്രിൽ 19. 1975 ഏപ്രിൽ 19. മറന്നു പോയത്. 1975 ഏപ്രിൽ 19. അപ്പോ അടുത്ത പുൽവാമ ആക്രമണം നടന്നത്? പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഇന്ത്യയിലെ ഒരു ഭീകരാക്രമണമാണ് ഏത്? പുൽവാമ പഹൽഗാം. ഏതാണ്? പഹൽഗാം ഏത് ജില്ലയിൽ? ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിൽ?
അനന്ത്നാഗ് ജില്ല. ഏതാണ് ജില്ല? അനന്ത്നാഗ് ജില്ല. ഓർത്ത് വെക്കണം, അനന്ത്നാഗ് ജില്ല. ഏത് ജില്ല? അനന്ത്നാഗ് ജില്ല. ക്ലിയർ ആണോ? ലിഡേർ എന്ന നദീതീരത്ത്. ഏത് നദീതീരത്ത്? ലിഡേർ എന്ന നദീതീരത്ത്. ഏത് ജില്ല എന്ന് ചോദിച്ചാൽ അനന്ത്നാഗ് ജില്ല. അനന്ത്നാഗ് ജില്ല. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. മറന്നു പോരുത്. ജമ്മു കാശ്മീരിലെ നിലവിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഓക്കെ. സിന്ധു നദീജല കരാറ് നമ്മൾ എന്ത് ചെയ്തു? നിർത്തലാക്കി. ഓക്കെ. സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചു. ഏതുമായിട്ട് ബന്ധപ്പെട്ടോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. മറന്നു പോയത് ഓപ്പറേഷൻ സിന്ദൂർ. ഓക്കെ. അപ്പൊ ഏതൊക്കെ നദികൾ ചേർന്നാണ് ഈ സിന്ധു നദിയുടെ കരാറ്? സിന്ധു, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ. രവി, ബിയാസ്, സത്ലജ്. ഓക്കെ. സിന്ധു നദിയുടെ ഉടമ്പര പ്രകാരം ഇന്ത്യക്ക് മാത്രമേ അനുവദിച്ചിരിക്കുന്ന നദികളാണ് രവി, ബിയാസ്, സത്ലജ്. പാകിസ്ഥാൻ ആണെങ്കിലോ സിന്ധു, ചിനാബ്, ചലം. മറന്നു വരുന്നത് സിന്ധു, ചിനാബ്, ചലം. ഓക്കെ. ഇപ്പൊ 2025 ഏപ്രിൽ വിടവാങ്ങിയ ദേശീയ സ്നേഹിക ചിത്രങ്ങളിലൂടെ ഭരത് കുമാർ എന്നറിയപ്പെടുന്ന ഹോളിവുഡ് നടനും നിർമ്മാതാവുമായ വ്യക്തി മനോജ് കുമാറിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വർഷം 2015. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വർഷം 2015. പറഞ്ഞു പോരുത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്ക് ലഭിച്ചു? മനോജ് കുമാർ. ഇദ്ദേഹം അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ 2015. ഓക്കെ. അടുത്ത് 2026 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് ആരെ? ജ്ഞാനേഷ് കുമാർ. 26 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാർ. മറന്നുപോയത് ജ്ഞാനേഷ് കുമാർ. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള 4ാമത്തെ രാജ്യം. എത്രാമത്തെ രാജ്യം? 4ാമത്തെ രാജ്യം. ഓർത്തുവയ്ക്കുക, ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത്തെ രാജ്യം. ഓക്കെ. ബാക്കി രാജ്യങ്ങൾ അറിയാമോ? അമേരിക്ക, ചൈന, റഷ്യ. അമേരിക്ക, ചൈന, റഷ്യ. ഓക്കെ. മറന്നുപോയത്. 2024 34ാമത് സരസ്വതി സമ്മാന ജേതാവ് മഹാമഹോപാധ്യായ ശ്രേഷ്ഠ ഭദ്രശ്രേഷ്ഠ സ്വാമി. നല്ല ഒരു വൃത്തിയുടെ പേരാണ് കേട്ടോ. ഓർത്ത് വയ്ക്കാം. അപ്പൊ അതുകൊണ്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാല് ഓർത്ത് വയ്ക്കാം. 2024 34ാമത് സരസ്വതി സമ്മാന ജേതാവ് ആരെന്ന് വെച്ചാൽ മഹാമഹോപാധ്യായ ഭദ്രശ്രേഷ്ഠ സ്വാമി. ഓക്കെ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. ബഹിരാകാശത്ത് ആദ്യത്തെ മൊബൈൽ ഇന്ധന സ്റ്റേഷൻ ആരംഭിച്ച രാജ്യം? ബഹിരാകാശത്ത് ആദ്യത്തെ മൊബൈൽ ഇന്ധന സ്റ്റേഷൻ ആരംഭിച്ച രാജ്യം അമേരിക്ക. ബഹിരാകാശത്ത് ആദ്യത്തെ മൊബൈൽ ഇന്ധന സ്റ്റേഷൻ ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അമേരിക്ക. മെഗ്നീഷ്യം ഹൈഡ്രേറ്റഡ് ഉപയോഗിച്ച് ന്യൂക്ലിയർ ഇതര ഹൈഡ്രജൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ചൈന. ഓക്കെ. മെഗ്നീഷ്യം ഹൈഡ്രേറ്റഡ് ഉപയോഗിച്ച് ന്യൂക്ലിയർ ഇതര ഹൈഡ്രജൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈന. മറന്നുപോരുത്. ഓക്കെ. അടുത്ത പോയിന്റോ 2022 ഭൗമദിന പ്രമേയം. 2025 ഭൗമദിന പ്രമേയം അവർ പ്ലാനറ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. മറന്നുപോയത്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. ഓക്കെ. ക്ലിയർ ആണോ? 2025 ഏപ്രിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാരിപ്പള്ളി രാമയ്യ. ഓക്കെ. 2025 ഏപ്രിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ ദാരിപ്പള്ളി രാമയ്യ. മറന്നുപോരുത്. ഓക്കെ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ അംബാസിഡർ PR ശ്രീജേഷ്. ഓക്കെ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ അംബാസിഡർ ആരെന്ന് വെച്ചാൽ ആരാണ്? PR ശ്രീജേഷ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? ഹോക്കി. ഏത് കായിക ഇനം? ഹോക്കി. മറന്നുപോരുത്. ഹോക്കി. ഓക്കെ. മറന്നുപോരുത്. ഓക്കെ. ഇദ്ദേഹത്തിന് ഒരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഏത് അവാർഡ്? ഏത് അവാർഡ്? ഇപ്പാട്ട് പത്മ അവാർഡ്. ഏത് പത്മ അവാർഡാണ്? പത്മഭൂഷൺ. ഓർത്ത് വയ്ക്കുക. ഏതാണ്? പത്മഭൂഷൺ. ആർക്ക് കിട്ടിയത്? PR ശ്രീജേഷ്. ഓക്കെ. 2025 കേരള
സോറി 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, സുഭാഷ് ചന്ദ്രൻ മറന്നു വരുന്നത്. എൻ മക്കച്ചി എന്ന ആരാണ്? സുഭാഷ് ചന്ദ്രൻ. എൻ മക്കച്ചി എന്ന കൃതി എഴുതിയ ആരാണ്? സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, 2000 നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത് തെറ്റല്ലേ? ചൈനയുടെ തലസ്ഥാനം എന്താണ്? ബീജിംഗ്. ചൈനയുടെ തലസ്ഥാനം ഏതാണ്? ബീജിംഗ്. ഓക്കെ, നേരത്തെ പറഞ്ഞ തെറ്റാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കേട്ടോണ്ടിരിക്കുന്നവര്. ബീജിംഗ്. ഓക്കെ, ചൈനയുടെ തലസ്ഥാനം ബീജിംഗ്. ഓക്കെ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമായി ഒരുങ്ങുന്നത് കേരളം. ഓക്കെ, വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏഴുകോൺ. ഏത് ജില്ല? കൊല്ലം ജില്ല. ഏത് ജില്ലയാണ്? കൊല്ലം. ഓക്കെ, കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കൊട്ടാരക്കര. ഏത് ജില്ല? കൊല്ലം. കൊട്ടാരക്കര, കൊല്ലം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ഓക്കെ, എക്സാം എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.